ഹലോ, അപ്പം നമ്മുടെ കോഴിക്കോട്ടുകാരുടെ സ്വന്തം ലുലു മോളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയാലോ? ഞങ്ങളൊരു സൺഡേ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. ഞങ്ങൾ നേരെ പോയത് ഫാഷൻ സ്റ്റോറിലേക്കായിരുന്നു. അവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരെ കിഡ്സ് സെക്ഷനിലോട്ട് പോയി. അവിടെ 199 ഒക്കെ നല്ല ഭംഗിയുള്ള ട്രൗസേഴ്സും അതുപോലെ ജംസ്യൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് ഓണം കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കിഡ്സിനും അഡൾട്ട്സിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ വോഗിൻ്റെ ഐവെയർ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ നേരെ ബാഗ് സെക്ഷനിലേക്ക് വിട്ടു. നല്ല അഫോർഡബിൾ റേറ്റിന് നല്ല ക്വാളിറ്റി ബാഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ബാഗൊക്കെ നോക്കിയാൽ നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോ ഓഫൊക്കെ നടത്തി നേരെ പ്ലേ ഏരിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫൺട്യൂറിലെത്തി. ഫൺട്യൂറിൽ കാർഡായിരുന്നു കേട്ടോ. അപ്പം 600, 200 അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് റേറ്റ്സിലായിരുന്നു ഡീൽസ് നടക്കുന്നത്. ഇപ്പം ഇനോഗ്രേഷൻ കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് അമേസിങ് ഇനോഗ്രൽ ഡീൽസൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിതാ ഒരു 100-200 കാർഡൊക്കെ എടുത്തു. മോൾക്ക് ജംഗിളിൽ കയറാനായിരുന്നു കേട്ടോ താല്പര്യം, പക്ഷേ അവളുടെ ഹൈറ്റ് നോട്ട് അലൗഡ് ആയിരുന്നു. അങ്ങനെ പിന്നെ ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഐറ്റംസിലൊക്കെ ഒന്ന് കയറി. ആൾക്ക് പിന്നെ ഈ ഒരു മ്യൂസിക് ടവർ നല്ല ഇഷ്ടമായി കേട്ടോ. കുറേ നേരം അതിൻ്റെ മുകളിൽ കളിച്ചു. പിന്നെ ഈ ഹോഴ്സ് റൈഡിൽ കയറണം എന്ന് പറഞ്ഞു. അതെനിക്ക് അത്ര സേഫായിട്ട് ഫീൽ ചെയ്തില്ല, സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ കുറേ ഗൺ ഐറ്റംസ്, പ്ലേ സ്റ്റേഷൻസ് അങ്ങനത്തെ ഒക്കെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങളൊരു 3D ഫിലിമിന് കയറി. ഫിലിം എന്ന് പറയാൻ പറ്റില്ല, ഒരു 20 മിനിറ്റ്സ് വീഡിയോ. അങ്ങനെ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങി ആൾക്ക്. അങ്ങനെ പിന്നെ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ താഴെ നല്ല ഗസലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം എൻജോയ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ നേരെ നമ്മൾ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഇവിടെയും നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് കേട്ടോ. ഇനോഗ്രൽ ഡീൽസും അതുപോലെ തന്നെ ഓണത്തിൻ്റെ ഒരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു. കോസ്മെറ്റിക്സ് ഒക്കെ 50% ഓഫിനുണ്ടായിരുന്നു കേട്ടോ. ഈ ഐറ്റംസ് ഒക്കെ 55% ഓഫായിരുന്നു. പിന്നെ അപ്പോഴേക്കും മോൾക്ക് ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിച്ചു അവൾ. പിന്നെ ഈ യോഗട്ട് ഐറ്റംസിനും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഓഫേഴ്സ്. 25 റുപ്പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കുറച്ച് വാങ്ങി. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സ് അങ്ങനത്തെ ഐറ്റംസ് കുറച്ച് എടുത്തു. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ അങ്ങനെ സെലക്ട് ചെയ്യായിരുന്നു. ഉമ്മ അപ്പുറത്തെ സൈഡിൽ ഉമ്മക്ക് വേണ്ടിയിട്ടുള്ള എടുക്കായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ.